ഹായ്. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എസ് ബി ഐയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറേ ടോപ്പിക്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിനി ടൈം ആൻഡ് ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ നമ്പർ സീരീസ് അങ്ങനെയുള്ള 2-3 ടോപ്പിക് കൂടി നമുക്കിനി ബാക്കിയുള്ളൂ. ഓൾറെഡി നമ്മൾ സിംപ്ലിഫിക്കേഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ, മിക്സ്ചർ, അതുപോലെ പാർട്ട്ണർഷിപ്പ്, ഏജസ്, ടൈം വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, ഇങ്ങനെ കുറേ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സോ ഇതൊക്കെ കാണാത്തവരാണെങ്കിൽ എസ് ബി ഐയുടെ എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലിൽ ചെന്ന് അവിടുന്ന് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെ ഒരുമിച്ച് എസ് ബി ഐയുടെ എക്സാംസിന് അണ്ടറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഫ്യൂച്ചറിൽ വരാതിരിക്കുന്ന RRB, IBPS പോലത്തെ എക്സാംസിനും ഈ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ ആ ഒരു RRB, IBPS ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസും ഇവിടെ ചെയ്യുന്നതായിരിക്കും ഇതൊരു എസ് ബി ഐ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. നമ്മൾ നോക്കുന്ന ഈ സെഷനിൽ നോക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇത് കഴിഞ്ഞ് വരുന്ന സെഷനിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എസ് ബി ഐ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഡയറക്റ്റ് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് നോക്കുമ്പോൾ, സോ ആദ്യത്തെ ക്വസ്റ്റൻ നമ്മൾ നോക്കുന്നുണ്ട്. എ സം ഓഫ് മണി gives an interest of 1/5 of itself in t years. When it is given in the rate of 10%, the amount after t plus 3 years is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ എക്സാമിൽ ആൻസേഴ്സ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, എ സം ഓഫ് മണി gives an interest of 1/5 of itself in t years. ഒരു സം ഓഫ് മണി അതിൻ്റെ 1/5, ഓക്കെ, ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ 1/5 ഓഫ് ഇൻട്രസ്റ്റ് ആണ് മൊത്തത്തിൽ കിട്ടുന്നത് ഇൻ ടി ഇയേഴ്സ്. എത്രയോ വർഷം കൊണ്ട്, നമുക്കറിയില്ല എത്ര വർഷമാണെന്ന്, പക്ഷെ 1/5 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര പെർസെൻറ്റേജോ, 20%. അപ്പോൾ എത്രയോ വർഷം കൊണ്ട് 20% ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ ഇറ്റ് ഈസ് ഗിവൺ അറ്റ് എ റേറ്റ് ഓഫ് 10%. അപ്പം റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, റേറ്റ് 10% ആൻഡ് കിട്ടുന്നത് മൊത്തം 20%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 10% ആണെങ്കിൽ എത്ര വർഷം കൊണ്ടായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൽ അത് 20% കിട്ടുന്നത്? ഡെഫിനറ്റ്ലി 2 ഇയേഴ്സ് കൊണ്ടായിരിക്കത്തില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ഓവറോൾ ടൈം പീരീഡ്, ഇപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 10% ആണ്. ഓവറോൾ ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി? ടൈം എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണ് എന്നുള്ളത് കിട്ടി. എന്നുള്ളത് വളരെ സിമ്പിളാണ്. ആ 20% നമുക്ക് എത്രയോ വർഷം കൊണ്ട് വരണമെങ്കിൽ 2 വർഷം കൊണ്ടേ നമുക്ക് ഈ പറയുന്ന 2 ഇൻറ്റു 10% വെച്ച് നമുക്ക് 20% എന്നുള്ള ആ ഒരു വാല്യൂ, മൊത്തം പലിശ 20% വരത്തുള്ളൂ. അങ്ങനെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദി എമൗണ്ട് ആഫ്റ്റർ t plus 3 ഇയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ 2 ഇയേഴ്സിൻ്റെ കൂടെ ഇനി നമുക്ക് ആ 2 + 3 മൊത്തം 5 ഇയേഴ്സ് കൊണ്ട് ഈ ഒരു മൊത്തം എത്ര പലിശ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 ഇയേഴ്സ് കൊണ്ടാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 വർഷത്തേക്ക് 10% വെച്ച് മൊത്തം 50% ആയിരിക്കത്തില്ലേ പലിശ? അതേപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്താണ്? 100% ആണ്. എപ്പോഴും പ്രിൻസിപ്പൾ ആയിരിക്കും നമ്മുടെ ബേസ് എന്ന് പറയുന്നത് 100%, ആൻഡ് പലിശ 50%. അങ്ങനെ ചോദിക്കുന്ന മൊത്തം എത്ര എമൗണ്ട് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും ഈ ഒരു പ്രിൻസിപ്പളോട് ആഡ് ചെയ്താൽ പോലും, നമ്മുടെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളോട് ആഡ് ചെയ്യുന്നതല്ലേ എമൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 100%, 50% ആഡ് ചെയ്ത് എത്ര വരും? 150% വരും. എൻ്റെ എപ്പോഴും പലിശ എടുക്കുന്ന ഏതിൻ്റെ മേളിലാണ്? 150% ഓഫ് പ്രിൻസിപ്പളുടെ മേളിലല്ല പലിശ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ അവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ആംഗിളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ പെർസെൻറ്റേജും സീറോസും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ 1.5p ആവും എന്ന് നമുക്ക് പറയാൻ പറ്റും. എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പളുടെ 1.5 ഇരട്ടി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 1.5, ഓപ്ഷൻ D 1.5 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അത്യാവശ്യം അത് അവിടെ നോക്കി പറയാവുന്നതേ ഉള്ളൂ. നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് വളരെ ഈസി ആയിട്ട് നോക്കി പറയാൻ പറ്റും. പക്ഷേ ഒരുപാട് പേർക്കും ഈ ഒരു നമ്പേഴ്സ് ഇല്ലാതെ ആൽഫബറ്റ്സിൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോഴാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. സോ ആക്ച്വലി ഡിഫിക്കൽട്ട് അല്ല, വളരെ ഈസിയാണ്. നമ്മൾ അതിനെ വളരെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ലോജിക്കലി ഒന്ന് അപ്രോച്ച് ചെയ്താൽ മാത്രം മതി. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് ഇപ്പോൾ, എ പേഴ്സൺ ഇൻവെസ്റ്റഡ് ഇൻ 2 schemes, one at 10% per annum and another at 20% per annum. After 3 years, he gained rupees 5,400 as simple interest from both these schemes. He invested a total of rupees 12,000. Find the share of investment in each scheme. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഈ ഫോർമുല ഒക്കെ എടുക്കുകയാണെങ്കിൽ 2 വട്ടം ഫോർമുല എടുത്തിട്ട് അതിൻ്റെ ഓവറോൾ ഫോർമുല വെച്ച് നമുക്ക് തന്നെ കമ്പയർ ചെയ്തൊക്കെ ആൻസർ എടുക്കണം. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പെട്ടെന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് നോക്കുക? നമുക്കിവിടെ 2 സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പലിശയുടെ പെർസെൻറ്റേജുകൾ തന്നിട്ടുണ്ട്. ഒന്ന് 10%, പക്ഷേ ഒന്ന് 20%. പക്ഷെ മൊത്തം നെറ്റ്, പക്ഷേ ഈ 10ലും 20ലും ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ സ്കീം എയും സ്കീം ബിയും ആണെങ്കിൽ ഈ 10ലും 20ലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമിൻ്റെ റേഷ്യോ എത്ര ആണ് എന്നുള്ളത് നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് ഒരിക്കലും 10 നും 20യുടെ ഡയറക്റ്റ്ലി റേഷ്യോ എടുക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എമൗണ്ട് 10%, എന്തോ ഒരു എമൗണ്ട് 20% ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മൊത്തം പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എത്രയാണ്? 12,000 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി, ഈ മൊത്ത പ്രോസസ്സിൽ നിന്ന് 3 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 5,400 ആണ് മൊത്തം
മൊത്തം പലിശ 3 വർഷം കൊണ്ട് കിട്ടുന്നത്, 1 വർഷം കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? എപ്പോഴും ഈ പലിശ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പളിൽ നിന്നല്ലേ എടുക്കുന്നത്. അങ്ങനെ ഈ 5400 എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പലിശ അത് നമ്മുടെ ഈ 12,000 എന്ന് പറയുന്ന പ്രിൻസിപ്പളുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മൊത്തം പലിശ എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ മൊത്തം നെറ്റ് ഇവിടുന്ന് കിട്ടുന്ന പലിശ ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് 10ഉം മറ്റു സ്ഥലത്ത് നിന്ന് 20 കിട്ടുന്നെങ്കിലും മൊത്തം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ നിന്ന് 3 വർഷം കൊണ്ട് എനിക്ക് മൊത്തം എത്ര പലിശ വന്നു എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതറിയാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഈ സീറോസൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 540 ഡിവൈഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ 6 വെച്ചൊന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 6 വെച്ച് ആദ്യമേ 2 വെച്ച് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് 5 വരും. നമുക്ക് ഇവിടെ 6 വെച്ച് ഇതിനെ ഒന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്കിത് 9 വരും. 9 into 5 നമുക്ക് ഇവിടുന്ന് 45% വരും. പക്ഷേ 45% എത്ര വർഷം കൊണ്ട്? 3 വർഷം കൊണ്ടുള്ള പലിശയാണ് 45%. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ 3 വർഷം കൊണ്ട് 45% ആണെങ്കിൽ നമ്മുടെ 1 വർഷം കൊണ്ട് എത്ര ആയിരിക്കും? അതിൻ്റെ ബൈ 3 ചെയ്താൽ പോരെ? 15% ആയിരിക്കത്തില്ല മൊത്തം നെറ്റ് പലിശ, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് റേറ്റ് ഫോർ 1 ഇയർ എന്ന് പറയുന്നത്. നെറ്റ് റേറ്റ് ഫോർ 1 ഇയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 അറിയാം, 20 അറിയാം. ഇനി മൊത്തം ഇവിടെ നിന്ന് വരുന്ന മീൻ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് വാല്യൂ എത്ര? 15. ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അലിഗേറ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഇതിനെ അലിഗേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്കിത് 5 എന്ന് വരും. ഇവിടെ നമുക്ക് ഇത് അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും? 5 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോ എന്താ വരുന്നത്? 1:1 എന്നല്ല വരുന്നത്. അപ്പോൾ 1:1 ആണെങ്കിൽ മൊത്തം 12,000 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1:1 റേഷ്യോയിലാണെങ്കിൽ പിന്നെ അത് എത്ര ആയിരിക്കും? പകുതി ആയിരിക്കത്തില്ല. 6,000 6,000 അത്രേ ഉള്ളൂ. സോ അങ്ങനെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 6,000, ആൻസർ പേ 6,000. നോക്കിയാൽ വളരെ സിമ്പിളായിട്ട്, ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. എപ്പോഴെങ്കിലും ഇതേപോലെ 2 സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു നെറ്റ് നമുക്ക് അവിടെ നിന്ന് തന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഈ സ്പ്ലിറ്റ് ഇടുന്ന എമൗണ്ട് എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ആ എന്ത് പെർസെൻറ്റേജിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതൊക്കെ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ മൊത്തം നെറ്റ് എന്ത് കിട്ടുന്നു എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. റിവേഴ്സൽ യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എപ്പോഴും ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുക, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, ആദിത്യ ഗോട്ട് സം എമൗണ്ട് ഓഫ് മണി ഫ്രം ഹിസ് ഫാദർ. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ദ റേഷ്യോ ഓഫ് ദ മണി ആൻഡ് ദ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇറ്റ് ബി 10:3 at 6% per annum. നമുക്ക് ഇവിടെ ക്ലിയർലി നമുക്ക് ആ റേഷ്യോ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രിൻസിപ്പളിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം അവിടെ നിന്ന് കിട്ടുന്ന പലിശയും മൊത്തം നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രിൻസിപ്പിളും, അല്ലെങ്കിൽ ആദിത്യക്ക് ഫാദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ പ്രിൻസിപ്പിളും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം ആൾക്ക് കിട്ടുന്ന പലിശ എത്രയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്തൂടെ? എത്ര വർഷങ്ങളും ആയിക്കോട്ടെ, പക്ഷെ മൊത്തം പലിശ വരുന്ന 3 ആണ്. അതിൻ്റെ അത് വരുന്ന എവിടെ നിന്നാണ്? 10ൽ നിന്നാണ്. നമ്മളെപ്പോഴും പലിശ എടുക്കുന്ന പ്രിൻസിപ്പിളിൽ നിന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ആ 3/10 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ്? 30% അല്ലേ. അപ്പം മൊത്തം കിട്ടുന്ന പലിശ എത്രയാണ്? എത്രയോ വർഷം കൊണ്ട് 30% ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓരോ വർഷം വരുന്ന പലിശ എത്രയാണ്? 6% per annum. അങ്ങനെയാണെങ്കിൽ 30 വരുന്നെങ്കിൽ നമുക്കത് 6% വെച്ച് എത്രയോ വർഷം കൊണ്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്ര വർഷം കൊണ്ടായിരിക്കും? 6 × 5 ചെയ്യുമ്പോഴല്ലേ 30 വരുന്നത്. അങ്ങനെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 years ആയിരിക്കും. നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് അവിടെ നിന്ന് ചുമ്മാ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഇവിടെ നമ്മുടെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നെറ്റ് റേറ്റിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മാത്രം മതി. സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ വളരെ ഈസി ആയിട്ട്, ഇവൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. എസ്പെഷ്യലി മെയിൻസ് പോലത്തെ എക്സാംസ് ഒക്കെ വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നെറ്റ് റേറ്റിന്റെ മെത്തേഡ്. നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ, അറ്റ് ദ സെയിം ടൈം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ. സോ ആൻസർ നമുക്ക് ഓപ്ഷൻ സി 5 years എന്നുള്ളതായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. നമുക്ക് കാണാൻ പറ്റും, അവിടെ നിന്ന് ചുമ്മാ നമുക്ക് നോക്കിയാൽ തന്നെ കിട്ടും അതെന്താന്നുള്ളത്. മൊത്തം പലിശ 3 out of 10. അങ്ങനെ മൊത്തം 30% പലിശ. ഒരു വർഷം 6% വെച്ചാൽ അങ്ങനെ 5 വർഷം കൊണ്ടായിരിക്കും 30 ആവുന്നത്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റൻ, ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഓഫ് മണി അറ്റ് ദി റേറ്റ് ഓഫ് 5% per annum for 8 years is ₹840 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നെറ്റ് റേറ്റ് എടുക്കാനുള്ള എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് റേറ്റ് ഒരു വർഷത്തേക്ക്, മൊത്തം എത്ര വർഷത്തേക്കാണ് എല്ലാം തന്നിട്ടുണ്ട്. 5% ആണ് റേറ്റ്. എത്ര വർഷത്തേക്ക്? 8 വർഷത്തേക്ക്. ആണെങ്കിൽ മൊത്തം എത്ര പെർസെൻറ്റേജ് പലിശ വരും? 40% ആയിരിക്കില്ല വരുന്നത് മൊത്തം പലിശ എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഈ പലിശ എത്ര തന്നിട്ടുണ്ട്? 840 ആണ് തന്നിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ വിച്ച് ദ സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ്. അതേ പലിശ കിട്ടണം. ക്യാൻ ബി റിസീവ്ഡ് ഓൺ ദ സെയിം സം ആഫ്റ്റർ 5 years. ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ 5% 8 വർഷത്തേക്കാണ്. പക്ഷേ എനിക്കിത് കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടണം. എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതേ പലിശ കിട്ടിയാൽ മതി. ആ 840 rupees തന്നെ പലിശയായിട്ട് കിട്ടിയാൽ മതി. എന്ന് പറഞ്ഞാൽ അവർ ആ 840 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ 40% തന്നെ പലിശ കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ പലിശ എനിക്ക് 5 വർഷം കൊണ്ട് കിട്ടണം. അപ്പോൾ 5 വർഷം കൊണ്ട് കിട്ടണമെങ്കിൽ എത്ര പെർസെൻറ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 5% ആ ഒരു 5 വർഷം കൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചത്. നേരത്തെ അത് 8 വർഷം കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ അതിപ്പോൾ 5 വർഷം കൊണ്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്തായാലും 5% ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടത്തില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഇപ്പം ചെയ്ത് തന്നെ വീണ്ടും ചെയ്താൽ മതി. നമുക്ക് എത്ര ആണ് പലിശ
കിട്ടേണ്ടിയ എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ലൈക്ക് ആ പെർസെൻറ്റേജ് എന്ത് പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എത്ര വർഷം കൊണ്ട് കിട്ടണം? ഇത് 5 വർഷം കൊണ്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഈ 40 പോലും കട്ട് ചെയ്യേണ്ട. 40 കട്ട് ചെയ്യാതെ ഇവിടുത്തെ ഈ 5 കട്ട് ചെയ്ത് കളഞ്ഞാലും മതി, നമുക്ക് അവിടെ നിന്ന് ആൻസർ കിട്ടും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഡൗട്ട് വരേണ്ട, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ പെർസെൻറ്റേജും ഇപ്പം നമുക്ക് അല്ലെങ്കിൽ ആ പെർസെൻറ്റേജ് അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ 6% ഈക്വൽ ടു 8%. അപ്പോൾ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? 8% ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് കിട്ടും. നേരത്തെ 5% ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് 8 വർഷം കൊണ്ട് കിട്ടിയത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അഗെയിൻ അവിടുത്തെ ആ വാല്യൂസ് ഒന്ന് നല്ലപോലെ നോക്കിയിട്ട് ആ 840 ഒരുപാട് സ്ട്രെസ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ 840യുടെ ആവശ്യം ഇല്ല നമുക്ക് ആക്ച്വലി. അത് എടുക്കാതെ തന്നെ ചെയ്തങ്ങ് പോയാൽ മതി ക്യാൻസൽ ചെയ്തിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതേ നെറ്റ് റേറ്റിന്റെ കൺസെപ്റ്റ്. നമ്മുടെ കിട്ടേണ്ട പലിശ അൾട്ടിമേറ്റ്ലി എന്ത് തന്നെയാണ്? രണ്ട് കണ്ടീഷനും സെയിം തന്നെയാണ്. ആ വർഷവും ആ റേറ്റിന്റെയും മാത്രം ഡിഫറൻസ് മാത്രം അവിടെ ചെക്ക് ചെയ്താൽ മതി. പക്ഷെ അത് നെറ്റ് വരേണ്ട എന്തും വരണം, സെയിം വരണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വളരെ പെട്ടെന്ന് ആൻസർ വന്നില്ല. ആൻഡ് ഫൈനലി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. റാം ഇൻവെസ്റ്റർ ₹8,000 at 6% at simple interest for 2 years. Amount received is again invested in scheme B at 12.5% at simple interest for 1 year. The total interest received is ₹3,700. Find the value of R. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല ക്വസ്റ്റിനാ. തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലൈക്ക് അവിടെ എടുക്കാന്നത്തെ അറിയാതെ കൺഫ്യൂസ് ആയിട്ട് അറിയാതെ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, വളരെ ഈസിയാണ്. പക്ഷെ നമ്മളത് വളരെ നോക്കിയെടുക്കണം. ഇവിടെ ആദ്യം പറയുന്നത് റാം ആദ്യം ഒരു ₹8,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു 6% 2 വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഈ പറയുന്ന മൊത്തം റാമിന് കിട്ടുന്ന എമൗണ്ട് എത്ര ആയിരിക്കും? റാം ഇൻവെസ്റ്റ് ചെയ്ത ₹8,000 എന്തായാലും കിട്ടും റാമിന്. അത് കൂടാതെ റാമിന് ആ ₹8,000 റാം എത്രയോ പെർസെൻറ്റേജിൽ 6% 2 വർഷത്തേക്കുള്ള പലിശ കൂടി കിട്ടത്തില്ലേ? അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഈ പെർസെൻറ്റേജും ഈ 2 സീറോയും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അൾട്ടിമേറ്റ്ലി ഇവിടെ നിന്ന് ബാക്കി വരുന്നത് 8,000 പ്ലസ് 2 × 80 160 R എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൾ ആൻഡ് ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പലിശ. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 3,700 എന്ത് ഇൻക്ലൂഡഡ് ഈ 160 R ഇൻക്ലൂഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൊത്തം പലിശ ലൈക്ക് നെറ്റ് ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ നെറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട് 3,700 ആണെന്ന്. പക്ഷെ 3,700 അവർക്ക് കിട്ടുന്നത് ഒന്ന് ഈ 160 R നിന്നും, പക്ഷെ ഇവിടുന്ന് മാത്രമല്ല, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ പൈസ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഒരു വട്ടം കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ഒരു പെർസെൻറ്റേജിൽ 1 വർഷത്തേക്ക്. എങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പൈസ ഒന്നുകൂടി ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടുന്ന് കിട്ടിയ മൊത്തം പൈസ ഇതാണ്. 8,000 പ്ലസ് 160 R. നമുക്ക് ആ മൊത്ത എമൗണ്ടിനെ ഇവിടുന്ന് അടുത്ത സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത കേസിൽ നമ്മുടെ ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 8,000 മാത്രമായിരിക്കത്തില്ല, അവിടെ നിന്ന് കിട്ടിയ 160 R എന്ന് പറഞ്ഞ് പലിശ കൂടി കാണും. എന്തുകൊണ്ട്? അതുകൂടി ചേർത്താണ് അടുത്ത വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ് ഇൻറ്റു 1 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു പലിശ കൂടി കിട്ടും. ആ പലിശയും നേരത്തെ കിട്ടിയ 160 R കൂടി ചേർത്തിട്ടാണ് എത്ര 3,700 എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ നമുക്ക് അത് തെറ്റാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് അറിയാതെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഇവിടെ കയറി ഈക്വൽ ടു 3,700 എന്ന് എടുത്ത് ചെയ്തിട്ട് ആ R എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അറിഞ്ഞിരിക്കുക, ഇത് മാത്രമല്ല 3,700 ആ നേരത്തെ ഇട്ട പൈസയിൽ നിന്ന് ഒരു പലിശ വരുന്നുണ്ട്. അതുകൂടാതെ രണ്ടാമത് ഇടുന്നതിൽ നിന്ന് ഒരു പലിശ വരുന്നുണ്ട്. ഈ ആദ്യത്തെ പലിശയും രണ്ടാമത്തെ പലിശയും കൂടി ചേർത്താണ് എന്ത് കിട്ടുന്നത്? ടോട്ടൽ പലിശയായ 3,700. ടോട്ടൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ₹3,700 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 160 R നമ്മൾ ഇവിടെ എടുത്തല്ലോ എന്ന് വിചാരിക്കല്. ആദ്യത്തെ 160 R എനിക്ക് ഓൾറെഡി കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കാതെ ഞാൻ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ആ 160 R എന്തായാലും എൻ്റെ കയ്യിലുണ്ട്. അത് കൂടാതാണ് പിന്നെ അടുത്ത എനിക്കൊരു പലിശ കൂടി വരുന്നത്. രണ്ടും കൂടി ചേർത്താണ് എത്ര 3,700. അത് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെറ്റുള്ള ഒരു പോയിന്റ് ഇവിടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 എന്ന് വരും. ഈ 8,008 ക്യാൻസൽ ആവും. അങ്ങനെ ബാക്കി വരുന്ന 1,000 പ്ലസ് 20 R എന്ന് വരും. അപ്പോൾ ഈ 1,000 പ്ലസ് 20 R, ഓക്കെ, ഇതാണ് നമുക്കിപ്പം ഇവിടുന്ന് വരുന്ന നമ്മുടെ പലിശ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ കേസിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ ആ 3,700 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 160 R പ്ലസ് ഇപ്പം നമുക്ക് കിട്ടിയ ആ 1,000 പ്ലസ് 20 R കൂടി ചേർത്തിട്ടാണ് അത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. 6 കിട്ടിയാൽ മതി നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെല്ലാം കൂടി ഒരുമിച്ചാക്കാം. അപ്പോൾ 180 R പ്ലസ് 1,000 ഈക്വൽ ടു 3,700. ഇനി ആ 1,000 അപ്പുറത്ത് പോയി 3,700 നിന്ന് മൈനസ് ആവുകയാണെങ്കിൽ 2,700 വരും. സോ 180 R ഈക്വൽ ടു 2,700 R. സോറി 2,700. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഒരു സീറോയും ക്യാൻസൽ. നമുക്ക് ഇത് 9 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 എന്ന് വരും. ഇത് 9 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3 എന്ന് വരും. ഇനി ആ 2 0 കൂടി ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് 5 എന്ന് വരും. സോ 3 × 5 നമുക്ക് ആ R എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജിന് കിട്ടും? 15% ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ആ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്ന R എന്ന് പറയുന്നതിൻ്റെ വാല്യൂ.
സോ ഓപ്ഷൻ എ 15% ആണ് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത്. നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യത്തെ 180 അവിടെ നിന്ന് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ രണ്ടാമത്തെ ചിലപ്പോൾ ഒന്ന് എഴുതിയെടുക്കേണ്ടി വരും. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ആ 3700 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരും. And next question, a sum is lent at simple interest of 7% per annum. If at the end of 3 years, അപ്പോൾ നമുക്ക് അവിടെ അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആ ഒരു നെറ്റ് റേറ്റ് എടുക്കാൻ പറ്റും നമുക്ക്. കാരണം നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ റേറ്റും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ മൈൻഡിൽ വരേണ്ട നെറ്റ് റേറ്റ് ആണ്. ഇവൻ അത് തന്നിട്ടില്ലെങ്കിൽ പോലും അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. മൊത്തം 7% വെച്ച് 3 വർഷത്തേക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം പലിശ എത്ര വരും? 21% ആയിരിക്കും പലിശ വരുന്നത്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ പറയുന്ന പോലെ ഈ ബാങ്കിൽ നിന്ന് മൊത്തം പലിശ ഇത്ര വരും എന്ന് പറയുന്ന പോലെ മൊത്തം 21% പലിശ. അത് നമുക്കറിയാം. ഇത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും. എന്താ താഴെ ചോദിച്ചത് നമുക്ക് നോക്കാം. ദ എമൗണ്ട് റിസീവ്ഡ് ഈസ് ₹4840, ദെൻ ഫൈൻഡ് ദി സം ലെൻഡ്. അപ്പോൾ പ്രിൻസിപ്പൾ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മൊത്തം പലിശ എന്ന് പറയുന്നത് പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ 21% പലിശ. പ്രിൻസിപ്പൾ എപ്പോഴും നിങ്ങൾക്കറിയാം 100% ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. നമ്മുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളോട് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ എമൗണ്ട് വരുന്നത്. അത് മൊത്തം 121% പറയാം. അത് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏത് തന്നു കഴിഞ്ഞാലും നമുക്ക് അത് വെച്ച് പിന്നെ കമ്പയർ ചെയ്ത് ആൻസർ എടുത്താൽ മതി. സോ അതാണ് നമുക്ക് ഈ ₹4840 തന്നേക്കുന്നത്. ചോദിച്ചിരിക്കുന്ന പ്രിൻസിപ്പൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ആൻസർ വരും. നമുക്ക് അതല്ല നമ്മളോട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് ചോദിച്ചെങ്കിൽ 21 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 100 പ്രിൻസിപ്പൾ അറിയേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 121 എന്ത് ചെയ്യുമ്പോൾ 484 വരുന്നത്, 1 × 4 ചെയ്യുമ്പോഴല്ല 4 വരുന്നത്, 2 × 4 8ഉം വീണ്ടും 1 × 4 4ഉം. പിന്നെ അവിടെ ഒരു 0 കൂടി ഉണ്ടായിട്ട് ആ 0 കൂടി അവിടെ ഇട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ 100 × അതേ 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4000 എന്ന് വരും. അതാണ് നമ്മുടെ ആൻസർ 4000. സോ ഓപ്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ എ 4000 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നിങ്ങൾക്കറിയാം 21% നമുക്ക് അവിടെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്ര എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. ഒരു 2 ലൈൻ പോലും വരത്തില്ല, നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് 3 വർഷത്തിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ എല്ലാ ക്വസ്റ്റൻസും. ഇപ്പോൾ രാജ് ലെൻഡ് എ എമൗണ്ട് ഓഫ് ₹50,000 ടു സുമേഷ് അറ്റ് എ റേറ്റ് ഓഫ് 12% ഫോർ 5 years. ബട്ട് ആഫ്റ്റർ 2 years രാജ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ടു 20%. അപ്പോൾ നമ്മുടെ ചേഞ്ച് ഇൻ റേറ്റ് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റൻ ആണ്. എന്ന് പറഞ്ഞാൽ റേറ്റിൽ ചേഞ്ച് വരുന്ന കേസസ്. അപ്പോൾ ഫൈൻഡ് ദി എക്സ്ട്രാ എമൗണ്ട് സുമേഷ് ഹാസ് ടു പേ ഡ്യൂ ടു ഹിസ് ഹൈക്ക് ഇൻ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിക്കുക, മൊത്തം 5 വർഷത്തെ കാര്യം. പക്ഷെ അതിൽ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞു. ബട്ട് ആഫ്റ്റർ 2 years ആണ് രാജ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഇവിടുത്തെ നെറ്റ് ടൈം എന്ത് നോക്കിയാൽ മതി? ആ ഒരു 3, ബാക്കിയുള്ള 3 വർഷം മാത്രം നോക്കിയാൽ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ മൊത്തം വരുന്ന പലിശയിൽ വരുന്ന ഇൻക്രീസ് മാത്രം നോക്കാം. ആ നെറ്റ് റേറ്റിൽ വരുന്ന ഇൻക്രീസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ചോദിച്ചിട്ടില്ലേ എന്താണ് ഇനി കൂടുതൽ കിട്ടുന്ന പലിശ, അത് മാത്രം എത്ര നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. എങ്ങനെ? നമുക്ക് ഇനി 3 വർഷം ബാക്കിയുള്ള, അങ്ങനെയാണെങ്കിൽ ആ 3 years ഇൻറ്റു എത്രയാണ് പലിശ കൂട്ടുന്നത്? 12 ഉണ്ടായിരുന്ന കൂട്ടി 20 ആയി എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കൂടുന്നു? 8% വെച്ച് ഇനി 3 വർഷത്തേക്ക് കൂടുതൽ കിട്ടും രാജിന്. 8% വെച്ച് ഈ 12 20 ആക്കിയെങ്കിൽ ഇനി 8% വെച്ച് ബാക്കിയുള്ള 3 വർഷത്തേക്ക് രാജിന് ഇനി കൂടുതൽ കിട്ടും. ആദ്യം കൊടുത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ മൊത്തം അങ്ങനെയാണെങ്കിൽ എത്ര കൂടുതൽ കിട്ടുന്നത്? 24% അല്ലേ കൂടുതൽ കിട്ടുന്നത്. പിന്നെ തൊട്ട് രാജിന് അവിടെ അവസാനം ചോദിച്ചിരിക്കുന്ന പോലെ പറയുകയാണെങ്കിൽ 24% പലിശയാണ് ഇനി കൂടുതൽ കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇനി വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കവിടെ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. ചോദിക്കുന്ന ഈ ഇൻക്രീസ് ആയപ്പം കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ എക്സ്ട്രാ എമൗണ്ട് ആണ് 24%. അത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തറിയാം? പ്രിൻസിപ്പിൾ അറിയാം. 100% അല്ലേ നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും. അങ്ങനെ ആ 100% എത്രയും തന്നിട്ടുണ്ട്? 50,000 തന്നിട്ടുണ്ട്. ഇപ്പോൾ 100ന്റെ പകുതി അല്ലേ 50 എന്ന് പറയുന്നത്. അങ്ങനെ 24ന്റെ പകുതി എത്ര ആയിരിക്കും? 12 ആയിരിക്കും. പിന്നെ 1000 കൂടി, അങ്ങനെ നമ്മുടെ ആൻസർ എത്ര വരും? 12,000 വരും. അപ്പോൾ ഓപ്ഷൻ എ 12,000 ആണ് നമ്മുടെ ആൻസർ. ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ലാസ്റ്റ് 3 years ക്വസ്റ്റൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇത്രയും ക്വസ്റ്റൻ ചെയ്തപ്പോഴും നമ്മൾ അവിടെ ഒരു ക്വസ്റ്റനിൽ പോലും ആ PRT/100 എന്ന് പറയുന്ന ഒരു ഫോർമുലയോ അല്ലെങ്കിൽ P × 1+RT/100 എന്ന് പറയുന്ന ഫോർമുലയോ നമ്മൾ മാക്സിമം എടുക്കാതാണ് ചെയ്തത്. ഈവൻ തോ നമ്മൾ അതിനെ നെറ്റ് റേറ്റിന്റെ ആംഗിൾ എഴുതിയെങ്കിലും അത് നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് നമുക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല. ക്ലാസ് പോലെ എടുക്കുന്നതുകൊണ്ടാണ് നമ്മളത് എഴുതുന്നത്, നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ നിന്ന് ചുമ്മാ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു നെറ്റ് റേറ്റിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ ആ ഒരു 7 ക്വസ്റ്റൻസും ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ആ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റിയൽ ലൈഫ് കൺസെപ്റ്റ് കൂടി ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ എക്സാംസിലായാലും ഫ്യൂച്ചറിൽ നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിലും. അപ്പോൾ അത് നല്ലപോലെ അറിഞ്ഞിരിക്കുക. നമ്മൾ സിമ്പിളാണ്. നമ്മുടെ പേരൻസ് ഒക്കെ ഈ ഒരു പലിശയൊക്കെ ബാങ്കിൽ കമ്പയർ ചെയ്യുന്നത് അവർ ആ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ടിന്റെ ഫോർമുല എടുത്തിട്ടല്ല.
ഓക്കെ, അവർ ചുമ്മാതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയും പെർസെൻറ്റേജ് പലിശയുടെ വ്യത്യാസം വരുന്നുണ്ട് ഈ ബാങ്കും ആ ബാങ്കും തമ്മിൽ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതേ കൺസെപ്റ്റ്, ഓക്കെ, അതേ മെത്തേഡ്സ്, അതേ അപ്രോച്ചുകൾ യൂസ് ചെയ്യുക ക്വസ്റ്റൻസിനെ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ആൻഡ് അതുകൂടെ നമുക്ക് ഈ ഫോർമുലയും ബാക്കിയുള്ള കൺസെപ്റ്റ് കൂടി അറിയാമെങ്കിൽ നമുക്ക് ഇതിനെ കൂടി ക്ലബ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിൽ പറഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ആണ് ലാസ്റ്റ് 3 ഇയേഴ്സ് ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക വരാൻ പോകുന്ന SBIയുടെ ക്ലർക്കിന്റെ എക്സാമിന് വേണ്ടി. നമുക്ക് ഇനി അടുത്ത കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനലിൽ ചെയ്യുന്ന സെഷൻസ് എല്ലാം തന്നെ കാണുക. നമ്മൾ ഒരുപാട് ടോപ്പിക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് SBI ക്ലർക്കിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവർക്കും യൂസ്ഫുൾ ആയിരിക്കും അത്. നമുക്ക് അടുത്ത വരുന്ന സെഷൻസിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് ലാസ്റ്റ് 3 ഇയറിൽ ചോദിച്ച കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ മാത്രം ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു.